ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല കുഫറിന്റെ 4 കാരണങ്ങളായിക്കൊണ്ട് വിശദീകരിച്ച കിബ്റിനെ കുറിച്ച്, അഹങ്കാരത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ രണ്ടാമത്തെ കാര്യമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് അൽ ഹസദ്, അസൂയ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അവന് നന്മയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാനോ ആർക്കെങ്കിലും നന്മ വരുന്ന രീതിയിലുള്ള ഗുണകാംക്ഷയോടുകൂടിയുള്ള ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് നൽകാനോ സാധിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. ഈ അസൂയ വിശ്വാസി എന്ന നിലക്ക് നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അം യഹ്സുദൂന നാസ അലാമ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു അവന്റെ ഫദ്ലിൽ നിന്ന് ചില ആളുകൾക്ക് നൽകിയതിന്റെ പേരിൽ എന്തിനാണ് മനുഷ്യരോട് നിങ്ങൾ അസൂയ കാണിക്കുന്നത്? അത് അള്ളാഹു നൽകാൻ തീരുമാനിച്ച കാര്യമാണ്. ഒരാൾക്കുണ്ടാകുന്ന നന്മയിൽ അത് നശിച്ചു കാണണമെന്നുള്ള ആഗ്രഹത്തിനാണ് അസൂയ എന്ന് പറയുക. ഈ അസൂയ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകളെ പോലും തിന്ന് നശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ് ഫഇന്നൽ ഹസദ യഅകുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറുൽ ഹതബ്. നിങ്ങൾ അസൂയയെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം തീ എങ്ങനെയാണ് വിറക് തിന്ന് നശിപ്പിക്കുന്നത്, അതുപോലെ അസൂയ നിങ്ങളുടെ ഹസനാത്തുകളെ, നന്മകളെ തിന്ന് നശിപ്പിക്കും എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ നന്മകളാണ് മറ്റൊരാളുടെ മനസ്സിൽ അസൂയ തോന്നുമ്പോൾ തന്നെ നശിച്ചു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ പോലും അറിയാതെ. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, ലൈസ ഫി ഖിസാലി ശർരി അഅദല മിനൽ ഹസദ്. ഹസദിനേക്കാൾ, അസൂയയേക്കാൾ നീതിമാനായ ഒരു തിന്മയുമില്ല. കാരണം എങ്ങനെയാണ് നീതിമാനാകുന്നത്? യഖ്തുൽ ഹാസിദ ഖബല അൻ യസ്ല ഇലൽ മഹ്സൂദ്. അവൻ ഒരു അസൂയക്കാരനെ നശിപ്പിച്ചു കളയും, അസൂയക്കാരനെ കൊന്നുകളയും. അവന്റെ അസൂയ അവൻ ആരോടാണോ വെക്കുന്നത് ആ ആളിലേക്ക് ഇവന്റെ അസൂയയുടെ ഫലം എത്തുന്നതിന് മുമ്പ് തന്നെ, മനസ്സിൽ തോന്നുമ്പോൾ തന്നെ അവനെ ആ അസൂയ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ നാശകരമായ ഒരു സ്വഭാവമാണ് അസൂയ. മറ്റുള്ളവർക്ക് നന്മ വരാൻ മാത്രം ആഗ്രഹിക്കാനാണ് ഒരു വിശ്വാസി അവന്റെ മനസ്സുകളെ പാകപ്പെടുത്തേണ്ടത്. മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയുകയാണ്, യബ്ന ആദം ലിമ തഹ്സുദു അഖാക്, അല്ലയോ മനുഷ്യ, എന്തിനാണ് നിന്റെ സഹോദരനോട് നീ അസൂയ കാണിക്കുന്നത്? ഫഇൻ കാന ലദി അഅതാഹു ലികറാമതിഹി അലൈഹി, അല്ലാഹു അവന് കൊടുത്തത് അവനെ ആദരിക്കാൻ വേണ്ടിയാണ് എങ്കിൽ ഫലിമ തഹ്സുദു മൻ അക്രമഹുല്ലാഹ്, അള്ളാഹു ആദരിച്ചവനോട് നീ അസൂയ കാണിച്ചിട്ട് എന്ത് കാര്യം? അള്ളാഹു ആദരിക്കാൻ തീരുമാനിച്ചവനോട് നീ അസൂയ കാണിച്ചുകൊണ്ട് അത് നശിപ്പിക്കാൻ നിനക്ക് സാധിക്കുമോ? ഇല്ല മനുഷ്യ എന്ന് പറയുകയാണ്. വ ഇൻ കാന ഗൈറ ദാലിക്, നീ അതല്ലാത്ത വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിനാണ് അള്ളാഹു അവന് ഫദ്ൽ കൊടുത്തതെങ്കിലോ ഫലിമ തഹ്സുദു മൻ മസീറുഹു ഇലന്നാർ, ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് അള്ളാഹു കൊടുത്ത ആ പരീക്ഷണമായി നൽകിയ കാര്യം അവന് നരകം കിട്ടാനാണ് എങ്കിൽ നരകത്തിലേക്ക് നടന്നു പോകുന്ന ഒരാളെ നോക്കിക്കൊണ്ട് എന്തിനാണ് നീ അസൂയപ്പെടുന്നത്? നരകത്തിൽ പോകാത്തതാണോ നിന്റെ പ്രശ്നം എന്ന് മഹാന ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി ചോദിക്കുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ മറ്റൊരാളോടും അസൂയ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ആർക്കൊക്കെ അസൂയുണ്ട് നമുക്ക് അറിയില്ല, അത് അയാൾക്ക് മാത്രമാണ് അറിയുന്നത്. അതൊരു നാശമായിക്കൊണ്ട് നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. പല കാര്യങ്ങളിൽ നിന്ന് ശരണം തേടിയതിനോടൊപ്പം അള്ളാഹു പറഞ്ഞു, അസൂയക്കാരൻ അസൂയ വെക്കുമ്പോഴുള്ള കെടുതിയിൽ നിന്ന് അള്ളാഹു നിന്നോട് ഞാൻ അഭയം തേടുന്നു. ആരോടും അസൂയയില്ലാത്ത, എല്ലാവരുടെയും ഉയർച്ച മാത്രം ആഗ്രഹിക്കുന്ന, ഗുണകാംക്ഷ മാത്രമുള്ള വിശ്വാസിയായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.